ഇവിടെ ഇന്ത്യയിലേക്ക് കുടിയേറുന്ന വിവിധ ജനവിഭാഗങ്ങളുണ്ട്. നമ്മുടെ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറാൻ നിർബന്ധിതരായവർ, അവിടെയുള്ള ചില പ്രശ്നങ്ങൾ, അങ്ങനെ അഭയാർത്ഥികളായി എത്തുന്നവരെ അഭയാർത്ഥികളായിട്ടാണ് ഏത് പരിഷ്കൃത രാഷ്ട്രവും കാണുക. ഒരു പരിഷ്കൃത രാഷ്ട്രവും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല. അവരെ അഭയാർത്ഥികൾ എന്ന പരിഗണനയാണ് കൊടുക്കുക. അതിൻ്റെ ഭാഗമായുള്ള പരിഗണന എല്ലാ രാജ്യങ്ങളും കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടത്തേക്ക് കുടിയേറുന്ന വിഭാഗങ്ങളിൽ 6 വിഭാഗക്കാർക്ക് മാത്രം ഞങ്ങൾ പൗരത്വം നൽകും, അവരെ മാത്രം സംരക്ഷിക്കും എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഹിന്ദുക്കൾ, ജൈനർ, സിഖുകാർ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ഇങ്ങനെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ഉറപ്പ് നൽകുന്നത്. പൗരത്വ നിയമ ഭേദഗതി ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ ഉറപ്പാക്കുന്ന മറ്റൊരു കാര്യം എന്താ? മുസ്ലിങ്ങളടക്കമുള്ള മറ്റ് മതവിഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പൗരത്വമില്ല എന്നാണ്. മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച ഒരു നടപടിയാണിത്. ഇവിടെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് ഈ പരിഗണന കൊടുക്കുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, മറ്റു വിഭാഗങ്ങളുണ്ട്. അവർക്കൊന്നും ഈ പരിഗണനയില്ല.